ചേട്ടാ ഫ്രീ ആയോ? പറയൂ. ഞാൻ കുറച്ചു നേരം മുമ്പ് വിളിച്ചിരുന്നു. ശില്പ കോട്ടയത്ത് നിന്ന്. ഒരു 1 hour കഴിഞ്ഞ് എന്നോട് വിളിക്കാൻ പറഞ്ഞായിരുന്നേ. എന്തിനാ വിളിച്ചിരുന്നു? അതുകൊണ്ടാണ് ഞാനൊരു സുവിശേഷത്തെ പറ്റി പറയാൻ വേണ്ടി വിളിച്ചിരുന്നേ. സുവിശേഷത്തെ കുറിച്ച് പറയാൻ നിങ്ങൾ ആർക്കാ വിളിച്ചിട്ടുള്ളേ? ചേട്ടനെ. ചേട്ടനെ വിളിച്ചിരുന്നേ. ആരെ ചേട്ടന്? അതായത് അജി പോൾ എന്നാണ് ചേട്ടന്റെ പേര്. അബി പോൾ അല്ല. ഈ നമ്പർ ആരാ തന്നേ? ചേട്ടാ ഞങ്ങൾ കൺവെൻഷൻ സെന്ററുകളിൽ നിന്ന് കളക്ട് ചെയ്യാറുള്ളത് നമ്പേഴ്സ്. മരിയൻ കൺവെൻഷൻ സെന്റർ ഒക്കെ ചേട്ടൻ കേട്ടിട്ടില്ലേ? അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ നമ്പർ ആയത്. മരിയൻ കൺവെൻഷൻ സെന്ററിൽ ഈ നമ്പർ വരൂല്ലോ. അറിയത്തില്ല, ഞങ്ങൾക്ക് ആ നമ്പർ വന്നിരിക്കുന്നേ. ശരി ശരി. എന്താണ് സുവിശേഷം പറയാനുള്ളത്? പറയൂ. അതായത് ചേട്ടാ യേശു ക്രിസ്തു വരുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ, രണ്ടാമത് വരുമെന്നത് കേട്ടിട്ടുണ്ടല്ലോ. കേട്ടിട്ടില്ല, എന്നാലും പറയൂ. കേട്ടിട്ടില്ലേ? ഇല്ല, കേട്ടിട്ടില്ല, പറഞ്ഞോളൂ. ഓക്കെ. ചേട്ടൻ ക്രിസ്ത്യനാണോ? നിങ്ങളിത് ആരാണെന്ന് അറിയാതെയാണോ അപ്പൊ വിളിച്ചിട്ടുള്ളേ? ചേട്ടാ ഞാൻ വിളിച്ചതല്ലേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. എന്നാ ശരി സുവിശേഷം പറയൂ, കേൾക്കട്ടെ. ഓക്കെ. ചേട്ടന് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിലേ ഞാൻ പറയുന്നുള്ളൂ. പറഞ്ഞോളൂ. ഓക്കെ. അതായത് യേശുക്രിസ്തു രണ്ടാമത് വരുമെന്ന് ചേട്ടൻ കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു സുവിശേഷം ഇന്ന് ക്രിസ്തീയ ബൈബിളിലുണ്ട്. അത് എല്ലാ സഭകളിലും എല്ലാ ബൈബിളുകളിലും ഉള്ള കാര്യമാണത്. സുവിശേഷം എത്രയാണത്? സുവിശേഷം എത്രയാണ്? എന്ത്? ഇത് ബൈബിളില് സുവിശേഷം എത്ര നമ്പറാണ് ഇത് കോട്ട് ചെയ്തിട്ടുള്ളത്? അത് പല ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. സുവിശേഷങ്ങളും ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ട്. ഏതിലാ? ഹെബ്രായരുടെ പുസ്തകം 29-ാം അധ്യായം 28-ാം വചനത്തിലുണ്ട്. അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 തൊട്ട് 3 വരെയുള്ള വചനങ്ങളുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 1 തൊട്ട് 14 വരെയുള്ള വചനങ്ങളും എഴുതിയിട്ടുണ്ട്. എന്തിനാ ഇനി അങ്ങേര് വരുന്നത്? ചേട്ടാ ക്രിസ്തീയ സഭയ്ക്ക്, ക്രിസ്ത്യാനിക്ക് അല്ലെങ്കിൽ മനുഷ്യന് രക്ഷകനായിട്ട് തന്നിരിക്കുന്നത് യേശു ക്രിസ്തുവിനെയാണ്. ശരിയാണ്. ഓക്കെ. ശരിയാണ്. ഓക്കെ. അപ്പോ നമ്മൾ കാത്തിരിക്കുന്നത്, ഇപ്പൊ ചേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നില്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. അതായത് നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോ പറയുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരെ വിധിക്കാൻ വേണ്ടി അവൻ വീണ്ടും വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് എല്ലാ ക്രിസ്ത്യാനികളും വിശ്വാസ പ്രമാണം ചെല്ലുമ്പോ ഏറ്റു പറയാറുള്ളതാണ്. അപ്പൊ കർത്താവ് എപ്പ വരും, എപ്പ വരുന്നതിന്റെ അടയാളങ്ങളും കാര്യങ്ങളും ഒക്കെ ബൈബിളിൽ നല്ല വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലാണത് പറയുന്നത്. ശിഷ്യന്മാര് ചോദിക്കുന്നത്, കർത്താവെ നിന്റെ ആഗമനത്തിന്റെയും യുഗാന്ത്യത്തിന്റെയും അടയാളം എന്താണെന്ന് പറഞ്ഞു തരണം എന്ന് പറയുന്നുണ്ട്. അപ്പോ യേശു ക്രിസ്തു ഒരുപാട് അടയാളങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതെന്തൊക്കെയാണ്? ചേട്ടൻ വായിച്ചിട്ടുണ്ടോ? അല്ല, എന്തൊക്കെയാണ് അടയാളങ്ങൾ? എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളേ കർത്താവ്? അത് കുറെ പറഞ്ഞിട്ടുണ്ട്. കള്ള ക്രിസ്തുമാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്, കാലത്തിന്റെ അടയാളങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ കള്ളക്രിസ്തു എന്ന് പറയുന്നത് അന്തിക്രിസ്തു ആണോ അതോ കള്ളക്രിസ്തു വേറെ ഉണ്ടോ? ചേട്ടൻ കളിയാക്കുവാണോ? അല്ല, ഞാൻ കളിയാക്കുന്നില്ല. നിങ്ങള് ഒരാൾക്ക് വിളിച്ചിട്ട് ആ ആളുടെ പേര് പോലും ചോദിക്കാതെ സുവിശേഷം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ സുവിശേഷം കേൾക്കാം എന്നുള്ള ഒരു താല്പര്യത്തിലാണ് ചോദിക്കുന്നത്. അറിയാത്ത കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ദേഷ്യപ്പെടല്ലേ? ഞാൻ ചൂടായില്ല ചേട്ടാ. കളിയാക്കുവാണോ എന്ന് ചോദിച്ചതേ ഉള്ളൂ, ഞാൻ ചൂടായിട്ടില്ല. ശില്പ എന്നാണോ ചിന്നു എന്നാണോ പേര്? ശില്പ തോമസ്. താങ്കൾ സംസാരിക്കുമ്പോ ഒരു സാമാന്യ മര്യാദ എന്റെ പേരൊന്ന് ചോദിക്കാമായിരുന്നു. താങ്കൾ എനിക്ക് വിളിച്ചിട്ട് സുവിശേഷാണ് പറയാനുണ്ട് എന്നാ പറഞ്ഞത്. എന്നാ പിന്നെ വ്യക്തമായിട്ടുള്ള സുവിശേഷം പറയുകയാണെന്നുണ്ടെങ്കിൽ, എനിക്കറിയാത്തതുണ്ടെങ്കിൽ പഠിക്കാമെന്ന് കരുതിയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പറഞ്ഞത്. അപ്പൊ യേശുവിന്റെ വീണ്ടും നിങ്ങൾ പറയുന്നത് ഉയർത്തെഴുന്നേറ്റ യേശു വീണ്ടും വരുന്നു എന്നുള്ള ആ കാര്യം പറഞ്ഞ. അപ്പൊ അതിന്റെ അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് ശില്പയാണ് പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും അടയാളങ്ങൾ എനിക്കറിയാത്തത് ശില്പ പറഞ്ഞു തരേണ്ടേ? എനിക്ക് സുവിശേഷം പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ടല്ലേ ശില്പ വിളിച്ചിട്ടില്ലേ?
അതെ. അപ്പൊ പറഞ്ഞോളൂ. ചേട്ടാ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പേര് ചോദിക്കാതെ ഇരുന്നതല്ല. ചേട്ടൻ പെട്ടെന്ന് തിരക്കിലാണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് പറഞ്ഞു തുടങ്ങിയത്. ഫസ്റ്റ് കോളിൽ തന്നെ ചേട്ടൻ പറഞ്ഞത് തിരക്കാന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഇല്ല, ഞാൻ തിരക്കാണെന്ന് പറഞ്ഞല്ല. നിങ്ങൾ വിളിച്ചത് സുവിശേഷം പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോ ആണ് ഞാൻ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞത്. ഓക്കെ, സോറി കേട്ടോ, ഞാൻ ചോദിക്കാതിരുന്നതിൽ വിഷമം തോന്നില്ല കേട്ടോ. ചേട്ടന്റെ പേരെന്ന് പറയാവോ? എന്റെ പേര് മൻസൂർ അലി. നിങ്ങൾ ഈ അലി ഓക്കെ. ചേട്ടൻ മുസ്ലിം ആണല്ലേ? മുസ്ലിമാണ്, പക്ഷെ എനിക്കിതൊക്കെ അറിയാലോ. ഓക്കെ. അപ്പൊ നിങ്ങൾ ക്രിസ്ത്യന് മാത്രമേ ഉള്ളൂ ഈ സുവിശേഷം പറഞ്ഞു കൊടുക്കുക? അങ്ങനെയല്ല, ലൈക്ക് ഇപ്പോ അങ്ങനെ കാരണം എല്ലാവർക്കും അത് കേൾക്കാൻ ഇഷ്ടമല്ല. എനിക്കിഷ്ടമാണ്. ദൈവത്തിന്റെ മഹാനായ പ്രവാചകൻ ഈശോ മിശിഹ തിരിച്ചു വരുമെന്ന് ദൃഢനിശ്ചയത്തോടെ പറയാവുന്ന ആ ഒരു വിശ്വാസിയാണ് ഞാൻ. അപ്പൊ അത് നിങ്ങൾക്ക് സംസാരിക്കാം എന്നോട്. ഓക്കെ. അതായത് ഞാൻ മുമ്പ് ഇതുപോലെ ഒരു കോള് ചെയ്തിരുന്നേ. അപ്പം ആ ചേട്ടൻ എന്നോട്, പുള്ളി ഹിന്ദു ആയിരുന്നു. സോ പുള്ളി കുറച്ച് ഇഷ്ടമല്ലാത്ത രീതി പുള്ളി സംസാരിച്ച് പുള്ളി ദേഷ്യപ്പെട്ട് വെച്ചു പോയി. അപ്പൊ ഞാൻ അതാണ് ഓർത്ത് ചോദിച്ചത്, അല്ലാണ്ട് എനിക്ക് വേറെ വിരോധങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഇത് നിങ്ങള് നമ്പർ അറിയാതെ വിളിച്ചത് എന്നൊക്കെ പറയുന്ന ആ ഒരു ഇതുണ്ടല്ലോ. സോഷ്യൽ മീഡിയ രംഗത്ത് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാന്. അപ്പോ എന്റെ നമ്പർ ഇപ്പൊ നേരത്തെ വിളിച്ച നമ്പർ എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് കിട്ടിയ ഒരു നമ്പറിലാണ് നിങ്ങൾ വിളിച്ചിട്ടുള്ളത്. ആ നമ്പറിൽ വിളിച്ച സമയത്ത് ബിസിയാണെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ ഈ നമ്പറിൽ നിന്നാണ് നിങ്ങൾക്ക് വിളിച്ചത്. അപ്പൊ നിങ്ങൾ ബിസി ആയിരുന്നു. ആ നമ്പർ കണ്ടിട്ടാണ് ഇപ്പൊ നിങ്ങൾ തിരിച്ചു വിളിച്ചിട്ടുള്ളത്. അല്ല, ഞാൻ ഈ നമ്പറിൽ തന്നെ വിളിച്ചിരിക്കുന്നത്. 9847. ഓക്കെ. ലാസ്റ്റ് നമ്പർ സെയിം ആണല്ലേ? ലാസ്റ്റ് നമ്പർ ഇങ്ങനത്തെ 5 നമ്പർ ഉണ്ട് എന്റെ അടുത്ത്. പറഞ്ഞോളൂ. ഓക്കെ. എനിക്ക് കൺഫ്യൂസ്ഡ് വന്നാൽ ഞാൻ മറ്റേ നമ്പറിലാട്ടോ വിളിച്ചത്. ഓക്കെ, ഞാൻ ലാസ്റ്റ് നമ്പറാണ് നോക്കിയത്. അപ്പൊ ഇതിന്റെ ശരിക്കുള്ള ഇത് എന്താണ്? നിങ്ങൾ ഈ സുവിശേഷം പറയാ എന്നുള്ള ആ ഒരു ഇത്, അതില് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പറഞ്ഞു തരുമോ? ചേട്ടാ, ഇപ്പോ പ്രത്യേകിച്ച് നോക്കുവാണെങ്കിൽ ഈ ഒരു തലമുറ, ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ദൈവത്തെ പറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ ചിന്തകളൊന്നും ഇല്ലാതെ പോകുന്നതാണ്. ഈവൻ യൂത്ത് പിള്ളേരാണെങ്കിലും വരുന്ന ജനറേഷൻ ആണെങ്കിലും അങ്ങനെ ദൈവികമായ ചിന്തകളോ അതിനെപ്പറ്റിയുള്ള അറിവുകളോ ബൈബിൾ ആണെങ്കിലും അതൊന്നും അറിയാതെ പോകുന്ന ആൾക്കാരാ. ജസ്റ്റ് കാര്യസാധ്യത്തിന് വേണ്ടി പോകുന്നു. ചില ആൾക്കാർ ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് എന്ന് അറിയിക്കാൻ വേണ്ടി ഇരിക്കുന്നു. അങ്ങനെ ഒരുപാട് ഉണ്ട്. അത് എവിടെയാണെങ്കിലും ഉണ്ട്. സോ അവരിലേക്ക് ദൈവം എന്താണെന്നും ബൈബിൾ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നും യേശുക്രിസ്തുവിന്റെ ആഗമനത്തിന്റെ സമയം എപ്പോഴാണെന്നും അതിന്റെ അടയാളങ്ങൾ എന്താണെന്നും പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. ഓക്കെ. അപ്പം ആഗമനം ഏകദേശം നിങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, ആഗമനം പറഞ്ഞു. അതിന്റെ അടയാളങ്ങൾ ഒന്ന് നിങ്ങൾ കള്ളക്രിസ്തുകൾ വരുന്ന പറഞ്ഞത്. അതെ. വേറെ അടയാളം എന്താ? ഏറ്റവും വലിയ അടയാളമായിട്ട് പറയുന്നതാണ് വ്യാജ ക്രിസ്തുമാര് വരും, വ്യാജ പ്രവാചകന്മാര് വരും എന്ന് പറയുന്നത്. ഓക്കെ. അതുകൂടാതെ മറ്റ് പറഞ്ഞോളൂ, ചോദിച്ചോളൂ. വ്യാജ ക്രിസ്തു വരും, വ്യാജ പ്രവാചകന്മാര് വേറെയും വരും. വരും. ഓക്കെ. അപ്പോ അത് ഇപ്പോ വന്നുകൊണ്ടിരിക്കുകയാണോ അതോ വന്നു കഴിഞ്ഞോ? ഈ വ്യാജ വന്നിട്ടുമുണ്ട്, ഇനി വരികയും ചെയ്യാം. ഇപ്പൊ ലൈവില് ഏതെങ്കിലും വ്യാജ പ്രവാചകന്മാരുള്ളതായിട്ട് ശില്പയ്ക്ക് അറിയാവോ? തീർച്ചയായിട്ടും പ്രവാചകന്മാരും ഉണ്ട്, അതുപോലെ വ്യാജ ക്രിസ്തുമാരും ഉണ്ട്. ഒരു വ്യാജ ക്രിസ്തു ആരാണ് ഒന്ന് പറഞ്ഞു തരാവോ? ചേട്ടൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണെന്നല്ലേ പറഞ്ഞത്? അതെ. ഓക്കെ. സൈബീരിയയില് സെർജി ടൊറോപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. സൈബീരിയ. ഓക്കെ. തീർച്ചയായിട്ടും. ആള് ഒരു ഏദൻ തോട്ടം പോലെയൊക്കെ ഒരു മലയൊക്കെ രൂപപ്പെടുത്തി അവിടെ യേശുക്രിസ്തുവിനെ പോലെ വൈറ്റ് റോഹയേറ്റിട്ട് മുടിയൊക്കെ വളർത്തി അങ്ങനെ ആള് ദൈവപുത്രനായി ആൾക്കാരുടെ ഇടയിൽ പ്രചാരണം നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പുള്ളിയുടെ കൂടെ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു.
ഓക്കെ, അത് ആളെ അറസ്റ്റ് ചെയ്തു. ഇവൻ അത് മലയാളം ന്യൂസ് ചാനലായിട്ടുള്ള ഏഷ്യാനെറ്റ് ന്യൂസിൽ വരെ അതിന് ഏഷ്യാനെറ്റ് ന്യൂസ് ആണെന്ന് തോന്നുന്നു ചാനലിൽ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ ബ്രസീലിലുണ്ട് ഐവി ക്രിസ്റ്റോ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. അല്ലേ ശില്പ ഇതൊന്നും നമ്മെ ഇപ്പോ ഈ സൈബീരിയയും അല്ലെങ്കിൽ ഈ പറയപ്പെട്ട ബ്രസീലൊന്നും നമ്മെ ഇപ്പൊ തൽക്കാലം ബാധിക്കുന്നില്ല. നമ്മളിപ്പോ ഇവിടെ ഇന്ത്യയിൽ കേരളത്തിൽ മലയാളം സംസാരിക്കുന്നവരല്ലേ. നമ്മുടെ നാട്ടിൽ കുറെ വ്യാജദൈവന്മാരുണ്ട്. അതിനെതിരെ എന്തെങ്കിലുമൊക്കെ ബോധവൽക്കരണം ഈ ആളുകൾക്ക് നമുക്ക് നൽകാൻ കഴിയില്ലേ? ഈ കുറെ വ്യാജ ദൈവങ്ങളുണ്ട് ഇല്ലേ? അതായത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചേട്ടാ. ഉണ്ട്, ഇല്ലെന്നല്ല, ഉണ്ട്. ഇപ്പൊ ഞാൻ കഴിഞ്ഞിട്ട് ബ്രസീലിലാണ്, സൈബീരിയയിലാണ്, ഫ്ലോറിഡയിലാണ്. ഇവരൊന്നും നമ്മളെ എഫക്ട് ചെയ്യുന്നില്ല, നമ്മൾ ചിന്തിക്കുന്നില്ലേ? ഞാൻ ചോദിക്കുവാ, ഇത്രയും വർഷം മുമ്പ് കേരളത്തില് ഇക്കണ്ട പോലെ കൊലപാതകങ്ങളോ ഇത്രയധികം സിനിമകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ത്യയാണ് ഏറ്റവും സേഫസ്റ്റ് കൺട്രി ആയിട്ട് ലോകം തന്നെ അംഗീകരിക്കുന്നത്. കൊലപാതകങ്ങൾ ഒരു മിനിറ്റ് കൊലപാതകങ്ങൾ മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ തുടക്കത്തിലേ ഉണ്ട്. അതൊന്നും ഇപ്പൊ പുതുതായിട്ടുണ്ടായതല്ല. ഈ ജനപ്പെരുപ്പം ഉണ്ടാവുന്നതിനനുസരിച്ച് അതുപോലെ തന്നെ നിയമത്തിന്റെ ലൂപ്പ് ഹോളുകളും അപര്യാപ്തതയും കാരണം ഇത് കൂടിക്കൊണ്ടിരിക്കുന്നു. അതൊന്നുമല്ല ഇപ്പോഴത്തെ പ്രശ്നം. ഈ സൈബീരിയയിലോ അല്ലെങ്കിൽ ബ്രസീലിലോ എന്ന് ഞാൻ പറഞ്ഞത് നമുക്കൊരു സാമൂഹിക ബാധ്യതയില്ലേ? നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്തൂടെ, സംസാരിച്ചൂടെ എന്നാ ചോദിച്ചേ. അവിടെ അവർ വന്നു എന്ന് പറഞ്ഞാൽ കള്ളന്മാര് വന്നു പോയിക്കോട്ടെ അല്ലേ? ഓക്കെ, വന്നോ പോക്കോട്ടെ. പക്ഷെ ഞാൻ അത് പറയുന്നത്, കർത്താവ് പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ വരും എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അടയാളം കാണുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അത് എവിടെയാണെങ്കിലും അതൊരു അടയാളമാണ്. ഇപ്പം സുനാമി ഇതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഡിസംബർ 26 മുമ്പും സുനാമി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ലോകം മുഴുവനും ഒരുമിച്ച് സുനാമി ഉണ്ടായി ഇല്ലേ? അപ്പോഴാണ് ഓക്കെ ഇത്രയും നാളും ജപ്പാനിൽ ഉണ്ടായി, നമ്മുടെ വീട്ടിൽ വന്നില്ല, കേരളത്തിൽ വന്നില്ല എന്ന് ഓർത്തിട്ട് നമ്മളിരുന്നു. പക്ഷെ കേരളത്തിൽ അടിച്ചപ്പോ അതിന് പ്രിക്കോഷൻസോ കോഷൻസോ ആരും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് ഒരുമിച്ച് കേരളത്തെ മാത്രമല്ല ഇന്ത്യ ഉടനീളം ഫുൾ കോസ്റ്റൽ ഏരിയ അത് ബാധിച്ചു. അതുപോലെ അവിടെ വന്നു, നാളെ ഇവിടെ വന്നുകൂടായികയില്ല. നമ്മൾ അതിനെ പറ്റി കോഷൻസ് ആയിരിക്കണം. അല്ല ഇനി എന്റെ ഒരു സംശയം, ഈ യേശു ക്രിസ്തു ഇങ്ങോട്ട് ഇനിയും വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ശരിക്കും റിവേർട്ടഡ് ആയിട്ടാണ് വരുന്നത്, പോയി വരുവാണല്ലോ അല്ലേ? എനിക്ക് മനസ്സിലായില്ല. ജീസസ് ക്രൈസ്റ്റ് ഇനിയും തിരിച്ചു വരും എന്നാണല്ലോ സുവിശേഷത്തിലൂടെ പറയുന്നത്. വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ശാന്തിയും സമാധാനവും ഒക്കെ കൈവരിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഒരു ദൈവിക ഭരണവും കാര്യങ്ങളും ഇവിടെ വരുമെന്നാണ് ക്രൈസ്തവർ വിശ്വസിക്കുന്നതും. അപ്പൊ എത്ര വർഷം ഇനി ഉണ്ടാവും ബാലൻസ് ജീസസ് ക്രൈസ്റ്റ് വരാൻ? നമ്മുടെ കാലഘട്ടത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടോ? അതിനെ പറ്റിയാണ് ചേട്ടാ ഞാൻ പറഞ്ഞത്. യേശു ക്രിസ്തുവിനോട് ശിഷ്യന്മാര് ചോദിച്ചു, കർത്താവേ നിന്റെ ആഗമനത്തിന്റെയും യുഗാന്ത്യത്തിന്റെയും അടയാളം എന്താണെന്ന് പറഞ്ഞു തരണമേന്ന് ചോദിച്ചു. ഓക്കെ, അപ്പൊ കർത്താവ് പറഞ്ഞ അടയാളം ആണ് ഒരെണ്ണം വ്യാജ ക്രിസ്തുമാര് വരുന്നതിനെ പറ്റിയുള്ള അടയാളങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, ഇനി അതിന് വീണ്ടും വായിച്ചു വരുമ്പം യുദ്ധങ്ങളും ക്ഷാമങ്ങളും പട്ടിണി പകർച്ചവ്യാധി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് കർത്താവിന്റെ ആഗമനം എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് ഈ പറഞ്ഞ അടയാളങ്ങൾ കൊടുത്തത്. ഇതൊക്കെ കാലാകാലങ്ങളിലായിട്ട് ലോകത്തുണ്ട്. ഈ പട്ടിണിയും പട്ടിണി ഇല്ലാത്ത കാലമുണ്ടോ? യുദ്ധങ്ങളില്ലാത്ത കാലമുണ്ടോ? യുദ്ധങ്ങളൊക്കെ കാലാകാലങ്ങളായിട്ടുണ്ട്, അത് ഞാൻ സമ്മതിച്ചു. അതായത് ഇപ്പൊ ഞാൻ അതിൽ പറഞ്ഞു, ഞാൻ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ അടയാളമായിട്ട് ബൈബിളും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് വ്യാജ ക്രിസ്തുമാരുടെ അടയാളം. ഇനി എനിക്ക് ഇത് മനസ്സിലായി. എനിക്കൊരു സംശയമുണ്ട്. നമ്മുടെ ജീസസ് ക്രൈസ്റ്റിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് ഉണ്ടല്ലോ, ഈ യൂദാസ് പിന്നീട് എന്താ സംഭവിച്ചേ? തൂങ്ങി മരിച്ചോ? എവിടെയാ ആള് തൂങ്ങി മരിച്ചു, തല കീഴായിട്ട് തൂങ്ങി മരിച്ചു. തല കീഴായിട്ട് എന്ന് പറയുമ്പോ കാലിൽ കുടുക്കിട്ടായിരിക്കും അല്ലേ? അല്ലല്ലോ, തൂങ്ങി മരിച്ചു ചേട്ടാ.
തൂങ്ങി മരിച്ചു അല്ല, ശില്പ തന്നെ പറഞ്ഞു തൂങ്ങി മരിച്ചു, പിന്നെ തലകീഴായിട്ട് തൂങ്ങി മരിച്ചു എന്നും പറഞ്ഞു. താഴെ വീണു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ശരി അത് ശരി. ശരിക്കും പിന്നീട് ആ ബോഡി ആരും കണ്ടിട്ടില്ല എന്നാ ഞാൻ കേട്ടത്. ഏതോ മലയിൽ പോയിട്ട് മലയിൽ നിന്ന് ചാടിയിട്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. ഇപ്പൊ തൂങ്ങി മരിച്ചു എന്നുള്ളതാണ് ഇപ്പൊ പുതിയ അറിവാണ്. ഓക്കെ ഓക്കെ. എന്തായാലും അതിലൊരു ക്ലാരിഫിക്കേഷൻ. ഓക്കെ, അത് നമുക്ക് ബൈബിളിൽ കിട്ടുന്നില്ല അല്ലെ? ആ ഒരു ക്ലാരിറ്റി ബൈബിളിൽ കിട്ടുന്നുണ്ട്. ചേട്ടൻ എനിക്ക് സമയം തരുവാണെങ്കിൽ ഞാൻ ചേട്ടനൊന്ന് പറഞ്ഞു തരാം. കാരണം ഏത് അധ്യായത്തിലാണ് കിടക്കുന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പക്ഷെ ആള് മരിച്ചതാണ്. ഞാൻ കേട്ടിട്ടില്ല. പിന്നീട് യൂദാസിനെ ആരും കണ്ടിട്ടില്ല എന്നാണ് കേട്ടത്. അതായത് ഇപ്പൊ എന്റെ വിശ്വാസം, ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനം, ഇപ്പൊ ക്രിസ്ത്യാനിയുടെ അടിസ്ഥാന വിശ്വാസം എന്ന് പറയുന്നത് ബൈബിളിൽ എഴുതിയിരിക്കുന്നതാണ്. വിശ്വസിക്കില്ല. ഇനി അതിൽ വിശ്വസിക്കുന്ന അനേകം ആൾക്കാരുണ്ട്. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് എന്താണോ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അതാണ്. കേട്ടുകേൾവി എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഇനി ബൈബിളിലുള്ള കാര്യങ്ങൾ കാണുകയാണെങ്കിൽ അതും ഞാൻ ഓക്കെ പറയും. അങ്ങനെയാണ് ഇപ്പൊ കാര്യങ്ങള്. ഇനി വേറെ ഏതെങ്കിലും സുവിശേഷം ഉണ്ടോ? ഇല്ല, എനിക്ക് യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ പറ്റിയാണ് പറയുന്നത്. ഇത് അടയാളം. ചേട്ടന്റെ വീട്ടിൽ പത്രം കാണുമ്പോ നമുക്ക് ഒരു കാര്യം ചിന്തിക്കാം. ഓക്കെ, പത്രക്കാരൻ വന്നു, അല്ലെങ്കിൽ നമുക്ക് ഒരു അടയാളം കാണുമ്പോഴാണ് നോക്കി ഇന്ന ഇൻസിഡന്റ് അവിടെ വേറൊരു പ്രശ്നമുണ്ട്. കാര്യം പത്രക്കാരൻ വന്നു എന്നുള്ളത് ചില മഴയുള്ള ദിവസങ്ങളിൽ വൈകാം, അതൊന്നല്ല. യേശുക്രിസ്തു എന്ന് പറയുന്ന ആ ഒരു ഇതിനെ പറയുമ്പോൾ ഈ സാധാരണ ഈ രാവിലെ വരുന്ന ഈ കള്ളിമുണ്ട് കൊടുത്തു വരുന്ന ആ പത്രക്കാരനെ ഉപമിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചേട്ടാ, ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്. അതായത് എക്സാമ്പിൾ പറയുമ്പോ വിളിച്ചതല്ല, അങ്ങനെ പറയേ പാടില്ലായിരുന്നു. അത് ഒരിക്കലും ശരിയായില്ല. ഞാൻ പറയട്ടെ ചേട്ടാ, ഞാനൊന്ന് പറയട്ടെ. പറഞ്ഞോളൂ. പത്രം ഇടുന്നതാണെങ്കിൽ കള്ളിത്തുണി എടുത്തിട്ടാണ് അവൻ വരുന്നത്. ചേട്ടാ, ഞാൻ എന്റെ പ്രസക്തിയാളുടെ ഡ്രസ് അല്ലെന്ന്, ഞാൻ അടയാളമാണ് ചോദിക്കുന്നത്. ശരി. അപ്പൊ നമ്മളിപ്പോ ശില്പ പറഞ്ഞതനുസരിച്ച് പത്രക്കാരൻ വന്നാലേ വന്നു എന്ന് അറിയുള്ളൂ. അതേപോലെ ജീസസ് ക്രൈസ്റ്റ് ഇവിടെ വന്നാലേ വന്നു എന്ന് അറിയുള്ളൂ. അല്ലല്ലോ, ചേട്ടൻ എന്നൊന്ന് ഫിനിഷ് ചെയ്യാൻ ഫില്ലാക്കുന്നതിന് മുമ്പ് ചേട്ടൻ കയറി പറഞ്ഞാൽ അല്ലല്ല, സംശയം ദൂരീകരിക്കണ്ടേ? സംശയം ഉണ്ടെങ്കിൽ ചേട്ടൻ എന്നെ കേൾക്കാൻ എന്താന്ന് പറയാം. പറയൂ. ഓക്കെ, അതായത് ഞാൻ ചോദിച്ചു പത്രക്കാരന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ പത്രം വരുത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ രാവിലെ പത്രക്കാരൻ ഇവൻ കണ്ടില്ലെങ്കിൽ പോലും ന്യൂസ് പേപ്പർ മിറ്റത്ത് കിടക്കുന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം പത്രം വന്നു, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഇടുന്ന ആള് വന്നു, ആള് പാസ് ചെയ്ത് പോയി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? പറയൂ. അതുപോലെ അടയാളങ്ങൾ കണ്ട് ഗ്രഹിക്കാനാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ ഒരു പിടി അടയാളങ്ങൾ യേശുക്രിസ്തുവിന്റെ വരവിന് അല്ലെങ്കിൽ അവസാന കാലഘട്ടത്തെ പറ്റി 2 തിമോത്തിയുടെ ലേഖനം 1-ാം അധ്യായം 3-ാം അധ്യായം 1 തൊട്ട് 5 വരെയുള്ള വചനങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അത് ആരുടെ സുവിശേഷങ്ങളാ? തിമോത്തിയോസ്. ഓക്കെ. അപ്പൊ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ചേട്ടന് സമയം കിട്ടുകയാണെങ്കിൽ ചേട്ടൻ അതൊന്ന് വായിച്ചു നോക്കൂ. അതിന്റെ വായിച്ചു നോക്കാം. അല്ല, എന്നാലും അപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞു വന്നത് പത്രക്കാരൻ വന്നു പോയിന്ന് പത്രം പോലെ ജീസസ് ക്രൈസ്റ്റ് ചിലപ്പോ വന്നു പോയി, അത് നമ്മൾ അടയാളത്തിൽ നിന്ന് മനസ്സിലാക്കണം എന്നർത്ഥം. വന്നു പോയി അങ്ങനല്ല, വന്നു വരുന്നതിന്റെ കാലഘട്ടം എന്താണ്, അടയാളങ്ങൾ എന്താണ് എന്നുള്ളത് വായിച്ച് മനസ്സിലാക്കാനാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. അപ്പൊ അതില് ഈ അതായത് വ്യാജ ജീസസ് ക്രൈസ്റ്റുകളാണല്ലോ ഒരടയാളം പറഞ്ഞേ. അതായത് കള്ളന്മാരായിട്ടുള്ള ജീസസ് ക്രൈസ്റ്റ് ആണെന്ന് കള്ളവാദികളായിട്ട് വന്നിട്ട് അതാണല്ലോ ഒരടയാളം പറഞ്ഞേ. എനിക്ക് ഇപ്പൊ ഒരു ഡൗട്ട് വരുന്നത്, ഈ ആന്റി ക്രൈസ്റ്റ് അതെപ്പോഴാ വരിക? വചനത്തിന്റെ അടിസ്ഥാനത്തില് അന്തിക്രിസ്തു എന്ന് പറയുന്നത് അരാജകത്വത്തിന്റെ സന്തതിയാണ്. അപ്പൊ ഒരു പ്രതീകമാണ്. അത് ഒരു പ്രതീകമാണ്. അതുപോലെ
അതായത് അതിപ്പോൾ തന്നെ നിങ്ങളുടെ ഇടയിലുണ്ട് എന്നാണ് 2 പത്രോസിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അതെ. ഫോർ എക്സാമ്പിൾ, കോവിഡ് വന്നു എന്നുള്ളതിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കോവിഡ് ബാധിച്ചു എന്ന് പറയുമ്പോൾ അതിന്റേതായ ലക്ഷണങ്ങൾ ആ വ്യക്തിയിൽ കാണും. പനി ഉണ്ടാവും, ടേസ്റ്റ്ലെസ് ആവും, ശ്വാസമുട്ടം ഉണ്ടാവും, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ആന്റി ക്രൈസ്റ്റിന്റെ ഒരു പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒക്കെ ഒരേപോലെ വരും. ഇല്ല, അതായത് ഇപ്പോ കോവിഡിനെ നമ്മൾ താരതമ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോവിഡ് പോലെ എന്ന് പറയുമ്പോ കോവിഡ് വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും എല്ലാവർക്കും വന്നു. ചേട്ടാ, ഞാൻ കോവിഡിന്റെ ലക്ഷണങ്ങളാണ് പറഞ്ഞത്. കോവിഡ് അതിന്റെ സിംറ്റംസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതെന്താ സംഭവം എന്നറിയോ? ഇത് കറക്റ്റ് ആയിട്ടില്ല. നിങ്ങൾ ബൈബിൾ ഒന്നും കൂടി വായിച്ചിട്ട് വിളിക്കൂ. ഓക്കെ.